സോ ഹായ് ഓൾ, നമ്മൾ എന്ത് ചെയ്യണം? ഓസിലേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഓസിലേഷൻ കുറെ ആയില്ലേ, അപ്പൊ ഇങ്ങനെ പഠിച്ച് 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 എങ്ങോട്ടോ എത്തിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോ ഓസിലേഷൻ ഈ ഒരു ക്ലാസ്സോട് കൂടെ നമ്മൾ ഓസിലേഷൻ തീർക്കും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇതിപ്പോ നമ്മൾ എന്താ പറയാ, എല്ലാവർക്കും ക്ലാസ് തുടങ്ങണ മുമ്പ് തന്നെ ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ്. 2020 നമുക്ക് അത്ര നല്ലൊരു വർഷമായിരുന്നില്ല, കാരണം കൊറോണ അതേപോലെ തന്നെ പലതരം പ്രശ്നങ്ങൾ നമ്മുടെ വേൾഡിനെ ആകെ പിടിച്ചുലച്ചു. അപ്പൊ ഇനി ഒരു നല്ല ഇയർ തന്നെ ആവട്ടെ എല്ലാവർക്കും, നല്ലൊരു പുതുവത്സരം, നല്ലൊരു ന്യൂ ഇയർ തന്നെ ആവട്ടെ എല്ലാവർക്കും എന്ന് ആഘോഷിക്കുന്നു. എന്താ പറയാ, വല്ലാതെ എല്ലാവരെയും എന്താ പറയാ ഹൃദയത്തോട് ചേർത്തിട്ട് തന്നെ, അദ്ദേഹത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ സെഷനിലോട്ട് നേരെ കടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങളെ ചാപ്റ്ററിന്റെ സമ്മറി. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മാർച്ചിലായിരിക്കും എക്സാം വരിക, അപ്പൊ അതിൽ വലിയ സംശയമൊന്നും ഉണ്ടാവില്ല. മാർച്ച് ഏപ്രിലൊക്കെ ആയിട്ട് എക്സാം എന്തായാലും വരും. പ്ലസ് ടുവിനൊക്കെ ടൈം ടേബിൾ ഇട്ട് കഴിഞ്ഞു. പ്ലസ് വണ്ണിന്റെ കാര്യം എനിക്ക് അത്രത്തോളം അങ്ങോട്ട് അറിയില്ല. അപ്പൊ എന്നിരുന്നാലും അത് നമുക്കൊരു വിഷയമല്ല. അപ്പോൾ നമുക്ക് ഇനി തീരാനുള്ളത് ഈ ഓസിലേഷൻ എന്നുള്ള ചാപ്റ്റർ ഞാൻ ഇന്ന് തീർക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി തീരാനുള്ളത് ആകെ ഒരൊറ്റ ചാപ്റ്റർ ആണ്. കൈനറ്റിക് തിയറി മാത്രമാണ് നമുക്ക് ഇനി തീരാനുള്ളത്. അത് മാത്രമേ നമുക്ക് തൊടാത്തതുള്ളൂ. പിന്നെ തെർമോഡൈനാമിക്സ് സാറ് എടുക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തെർമോഡൈനാമിക്സ് അതിന്റെ വഴിക്ക് നമ്മൾ ഇങ്ങനെ പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടികൾ. ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കരമായിട്ട് റിവിഷൻ നടത്തും. സ്കൂളിലെ എങ്ങനെ വിക്ടേഴ്സിലൊക്കെ എങ്ങനെ എത്തി എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അത് ഫോളോ ചെയ്യാറില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും വിക്ടേഴ്സും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എവിടെ എത്തി എന്നുള്ള കാര്യം ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സോ എന്നിരുന്നാലും അത് നമുക്കൊരു വിഷയമായ കാര്യമല്ല, കാരണം അത് നമ്മളെ വിഷയമല്ല. നമുക്കിപ്പോ എന്താ ചെയ്താൽ മതി, കറക്റ്റ് ആയിട്ട് ക്ലാസ് കിട്ടിയാൽ മതി. അപ്പൊ ഇനി നമുക്ക്, അതായത് എക്സാം എന്നും വന്നോട്ടെ, നമ്മളെ വിഷയമല്ല. എന്തായാലും ഏകദേശം നമ്മൾ 15 ചാപ്റ്റർ നമുക്ക് ഇനി ആകെ തൊടാത്ത ഒരു ചാപ്റ്ററേ ഉള്ളൂ. അത് ഇനി നമുക്ക് എന്ത് ചെയ്യാം, മറ്റന്നാളും കൂടെ ക്ലാസ് ഉണ്ടാവും, അതിൽ നമ്മൾ അതും എടുക്കും. അത് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. ആകെ ഹാർഡ്ലി 2-3 ക്ലാസ് മതി. അത്രത്തോളം ചെറിയൊരു ചാപ്റ്റർ ആണ് അത്. അതിന് വെയിറ്റേജും കുറവാണ്. ഓക്കെ, സോ നമ്മൾ ഇതുവരെ ഓസിലേഷൻ എന്ന ചാപ്റ്റർ പറഞ്ഞിരുന്നത്. അപ്പൊ ഓസിലേഷന്റെ ഇൻട്രൊഡക്ഷൻ തന്നു. പിന്നെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ വെലോസിറ്റി കണ്ടു, ഡിസ്പ്ലേസ്മെന്റ് കണ്ടു, ദെൻ ആക്സിലറേഷൻ കണ്ടു, അതേപോലെ എനർജികൾ കണ്ടു, ടോട്ടൽ എനർജി കണ്ടു, പൊട്ടൻഷ്യൽ എനർജി കണ്ടു, ദെൻ കൈനറ്റിക് എനർജി കണ്ടു. അങ്ങനെ പലതരം കണ്ടു. പിന്നെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഒക്കെ വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബോർഡ് എക്സാമിനും എൻട്രൻസിനൊക്കെ വളരെയധികം ചോദിക്കുന്ന ഒരു ടൈപ്പ് സാധനമാണ്. സോ അത് നിങ്ങൾ പഠിക്കണം. സോ അത്രക്കും കേസുകളാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഒരു ഓവർവ്യൂ നോക്കാം. ആദ്യം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓസിലേഷൻ ഓഫ് എ സ്പ്രിംഗ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പെൻഡുലം ആണ്. ഈ ചാപ്റ്റർ തുടങ്ങിയ മുതൽ തന്നെ ഞാൻ സിമ്പിൾ പെൻഡുലം 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 എന്ന് പറയുന്നത് നിങ്ങളെങ്ങനെ വല്ലാതെ ഹറാസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ അതെന്താണെന്ന് നോക്കും. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് ഡാംപ്ഡ് ഓസിലേഷൻസ് എന്താണെന്ന് നോക്കും. ഓക്കെ, കുറെ തിയറി ഒക്കെ ഉണ്ട്, ബട്ട് അത് വിഷയമൊന്നുമില്ല, നമ്മൾ തീർക്കും. ഡാംപ്ഡ് ഓസിലേഷൻ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫ്രീ ഓസിലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി വരാനുണ്ട്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനുണ്ട്, ഒരു ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി വരാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇത്രയും ടോപ്പിക്സ് ഇന്ന് തീരുമെന്ന്. യെസ്, ഓഫ് കോഴ്സ്, ഒബ്വിയസ്ലി എന്തായാലും ഇത് തീരും. അപ്പോൾ അത് നിങ്ങൾക്ക് വിഷയമാക്കണം. പിന്നെ ഇതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ നമ്മൾ തുടങ്ങാൻ പോവാണ്. അതായത് എന്റെ കയ്യിൽ ഒരു 10-20 വർഷത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അത് ഇങ്ങനെ സ്ക്രീനായിട്ട് ഷെയർ ചെയ്യും നിങ്ങളുടെ അടുത്തേക്ക്. ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് ചെയ്യും. അപ്പോ നമ്മൾ എന്ത് ചെയ്യാണ്, അത് വിശദമായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ ഏകദേശം മൊത്തം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. എല്ലാ ചാപ്റ്റേഴ്സും ഏകദേശം ഒരു 40-50 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഒക്കെ ഒരു ഹവറിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചെയ്യും. ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യുമ്പോൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യും. പിന്നെ അതിനുശേഷം അതിന്റെയൊക്കെ PDF ഞാൻ നിങ്ങൾക്ക് അയച്ചും തരും. അപ്പൊ നിങ്ങൾക്ക് നോട്ടിൽ എഴുതി ബുദ്ധിമുട്ടേണ്ടി വരില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, അതന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ച് റീപ്രൊഡ്യൂസ് ചെയ്താൽ മതി. സോ അങ്ങനെ തന്നെ ആകുമ്പോൾ തന്നെ ഏകദേശം ഒരു 60 മാർക്കിൽ നമുക്ക് 60 മാർക്കും നേടണം. സോ അതാണ് നമ്മളെ എയിം. നമുക്കൊരു മാർക്കും കുറയാൻ പാടില്ല, കാരണം +1 ആണ്. ഇപ്പൊ നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു അതിനേക്കാൾ കുറച്ചും കൂടെ കുറച്ച് എഫേർട്ട് എടുത്താൽ മതിയാവും +2 നിങ്ങൾ +1 നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. സോ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സ് അല്ല റിവിഷൻ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മാക്സിമം മാർക്ക് കിട്ടണം. അപ്പോൾ അതിനാണ് നമ്മൾ മെയിൻ ആയിട്ട് എല്ലാം നോക്കുന്നത്. സോ അത് മതി. അപ്പൊ നമുക്ക് കഥപറച്ചിൽ നിർത്താം. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓസിലേഷൻ ഓഫ് എ സ്പ്രിംഗ് ആണ്. ഓക്കെ, സ്പ്രിങ്ങിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി എവിടെ പറഞ്ഞിട്ടുണ്ട്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡിൽ പറഞ്ഞിട്ടുണ്ട്. സ്പ്രിങ്ങിന് ഇലാസ്റ്റിസിറ്റിന്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സ്പ്രിങ് ഇതേപോലെ ഇങ്ങനെ തൂക്കിടും, താഴെ ഒരു മാസ് ഇങ്ങനെ ഹാങ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അത് എന്ത് ചെയ്യും, അത് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ഫോഴ്സ് ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അത് താഴോട്ട് ഇലോങ്ങേറ്റ് ചെയ്യും. പിന്നെ അതെന്ത് ചെയ്യും, നമ്മളത് വിട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ആ റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ രീതിയിൽ ഇങ്ങനെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഓസിലേഷനെ പറ്റിയിട്ട്, അതായത് സ്പ്രിങ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, അപ്പോൾ ആ ഒരു ഓസിലേഷനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ സ്പ്രിങ് അവിടെ ജസ്റ്റ് വരച്ചു എന്ന് മാത്രം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഫിസിക്സ് എന്താണ്, അതിന്റെ ഓസിലേഷൻ എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് അതിനെ നമ്മൾ നോക്കുന്നു എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്രിങ് കോൺസ്റ്റന്റ് K ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്.
So consider a mass m is attached to a spring of spring constant k. Okay. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സ്പ്രിങ് ഉണ്ട്, ജസ്റ്റ് വരച്ചു വെച്ചോണ്ട് വരച്ചു വെച്ചിക്കണത് നല്ലതാണ്, മാർക്ക് കിട്ടും. സോ ഇതൊരു സ്പ്രിങ് ആണ് കേട്ടോ. അപ്പൊ ആ സ്പ്രിങ്ങിന്റെ താഴെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മാസ് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴോട്ട് പിടിച്ച് വലിച്ചിട്ട് വിടുമ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് കാരണം അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും. അതൊരു ഓസിലേഷൻ ആണ്. സോ നമുക്ക് ഇവിടെ നോക്കാനുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ പിടിച്ച് താഴോട്ട് പിടിച്ച് വലിച്ചു. അതിനെ പിടിച്ച് വലിച്ച ശേഷം ഞാനത് വിട്ടപ്പോൾ അത് എന്ത് ചെയ്തു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഓസിലേറ്റ് ചെയ്യാൻ കാരണം ഇതിന്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. ഇതിന്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. സോ നമുക്ക് ആദ്യം ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്താണെന്ന് കാണാം. ഓക്കെ. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. ഒരു സ്പ്രിങ്ങിന്റെ കേസിലാണെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കതിനെ എഫ് ആർ എന്ന് ഡിനോട്ട് ചെയ്യാം. എഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് എന്താ പറയാ കെ എക്സ്. ഓക്കെ. മൈനസ് എഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. മൈനസ് വരാനുള്ള കാരണം എന്താ, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും രണ്ടും രണ്ട് ഡയറക്ഷനിലായതുകൊണ്ട്, അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റും രണ്ടും രണ്ട് ഡയറക്ഷനിലായതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് ചിഹ്നം വന്നത്. ഓക്കെ. സോ എഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ഓഫ് മോഷൻ പ്രകാരം അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്, എഫ് ഈസ് ഈക്വൽ ടു എം എ. ഇത് അറിയാത്ത ഒരാളും ഇവിടെ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ പഠിപ്പിച്ചതാണ്, ഓക്കെ. പക്ഷെ ഇത് നമ്മൾ ഏതോ ക്ലാസ്സിൽ 9ാം ക്ലാസ് മുതൽ പഠിച്ചു കൊടുക്കുന്ന സാധനമാണ്. ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ മാസ് ഇൻറ്റു ആക്സിലറേഷൻ, ഈ എഫ് ആർ മാറ്റിയിട്ട് ഞാൻ അവിടെ എം എ എന്ന് കൊടുക്കാൻ പോവാണ്. ഓക്കെ. മാ എന്നല്ല കേട്ടോ, എം എ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. സോ എം എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടിയടോ, മൈനസ് കെ എക്സ് എന്ന് കിട്ടി അല്ലെ. ഇനി ഞാനിവിടെ ഈ എമ്മിനെ ഞാൻ നേരെ താഴോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ ആ എമ്മിനെ ഞാൻ നേരെ താഴോട്ട് കൊണ്ടുപോവാണ്. സോ ഇൻറ്റു എം താഴോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ എം ആവും. സോ എ ഈസ് ഈക്വൽ ടു മൈനസ് എന്താ പറയാ കെ ബൈ എം ഇൻറ്റു എക്സ്. ഓക്കെ. ശരിക്കും കെ ബൈ എം ഇൻറ്റു എക്സും മൈനസ് കെ എക്സ് ഹോൾ ഡിവൈഡ് ബൈ എമ്മും എല്ലാം കറക്റ്റ് ആണ്. ജസ്റ്റ് ഞാൻ അങ്ങനെ കൊടുത്തു എന്ന് മാത്രം. ഓക്കെ. ഇനി ഞാൻ വളരെ രസകരമായ വേറൊരു കാര്യം ചെയ്യാൻ പോകണം. ഓക്കെ. വളരെ രസകരമായ വേറൊരു കാര്യം ചെയ്യാൻ പോകണം. അത്ര രസകരമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് അറിയാവുന്ന ഒരു സാധനമുണ്ട്, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഡിസ്പ്ലേസ്മെന്റിനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആക്സിലറേഷൻ കിട്ടും. ഈ കാര്യം നമ്മൾ ഓൾറെഡി എവിടെ പഠിച്ചിട്ടുണ്ട്, 1 ഡൈമെൻഷണൽ മോഷനിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. എ എന്ന് പറഞ്ഞ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഇത് നമ്മൾ 1 ഡൈമെൻഷണൽ മോഷൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എ ഈസ് ഈക്വൽ ടു ഡി ബി ബൈ ഡി ടി എന്ന് നമുക്ക് എഴുതാം. അതേപോലെ തന്നെ നമുക്ക് വെലോസിറ്റിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി എന്നും നമുക്ക് അറിയാം. സോ നമ്മൾ പഠിച്ച ലോസ് ഓഫ് മോഷൻ, അതായത് 1 ഡൈമെൻഷണൽ 1D മോഷന്, 2D മോഷന്, ദെൻ ലോസ് ഓഫ് മോഷന്, പിന്നെ വർക്ക് എനർജി പവർ, റൊട്ടേഷൻ മോഷൻ, ഇവിടൊക്കെ നമ്മൾ ഈ സാധനം കണ്ടിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ അത് നമ്മൾ നേരെ ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുക ചെയ്യുന്നത്. സോ ഈ ആക്സിലറേഷന് പകരം, ഈ ഒരു ഇക്വേഷനിൽ ആക്സിലറേഷന് പകരം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ ആക്സിലറേഷന് പകരം എന്ത് കിട്ടും, ഡി സ്ക്വയർ എന്താ പറയാ എക്സ്, ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ എന്താ പറയാ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ഈസ് ഈക്വൽ ടു മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ് എന്ന് കിട്ടും. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ മൈനസ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ് എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് കെ ബൈ എം ഉണ്ടല്ലോ, ഞാൻ അതിനെ മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ എന്ത് കിട്ടും നോക്കാം. സോ ഡി സ്ക്വയർ എന്താ പറയാ എക്സ് ഓൾ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ, ആ മൈനസ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് കിട്ടും, പ്ലസ് എന്ന് കിട്ടും. സോ പ്ലസ് എന്ത് കിട്ടും, കെ ബൈ എന്താ പറയാ എം ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ. സോ ഇതൊന്ന് പെട്ടിക്കോളത്തിലാക്കി വെക്കണം, കാരണം ഈ പെട്ടിക്കോളത്തിലാക്കി വെക്കണം. സോ ഇതാണൊരു സ്പ്രിങ് എന്താ പറയാ, ഓക്കെ, ഇതാണൊരു സ്പ്രിങ് എന്താ പറയാ, ഇതാണൊരു സ്പ്രിങ് എന്താ പറയാ, ഇതേപോലെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ്, ഇതാണ് ഒരു സ്പ്രിങ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇക്വേഷൻ. ഇത് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ് പറയാ. എന്ത് ഇക്വേഷനാണ് പറയാ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ് പറയാ. അത് പറയാൻ കാരണമുണ്ട്, കാരണം ഇവിടെ നമ്മൾ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഒക്കെ ഡിഫറൻസിയേഷൻ ആണ് അല്ലെ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഒക്കെ ഡിഫറൻസിയേഷൻ ആണ്. സോ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഡിഫറൻസിയേഷന്റെ ടേം വന്നാൽ അത് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ് പറയാ. സോ ഇതാണ് ഡിഫറൻഷ്യൽ എന്താ പറയാ ഇക്വേഷൻ ഓഫ് എ സ്പ്രിങ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ ഓസിലേറ്റിംഗ് സ്പ്രിങ്. ഓക്കെ, ഒരു ഓസിലേറ്റിംഗ് സ്പ്രിങ്ങിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ ഓസിലേറ്റിംഗ് എന്താ പറയാ സ്പ്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു ഇക്വേഷൻ കൂടെ പഠിപ്പിച്ച് തരാം ഞാൻ. ഇത് സ്പ്രിങ്ങിന്റെ കേസിൽ മാത്രമാണ് കേട്ടോ. ഇനി ഇതല്ലാതെ വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. ഏതൊരു ബോഡി സിമ്പിൾ ഹാർമോണിക് മോഷനിൽ പോവാണെങ്കിലും അവിടെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഏത് ബോഡി ആയിക്കോട്ടെ, ഏത് ബോഡി സിമ്പിൾ ഹാർമോണിക് മോഷന് പോവാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്താ പറയാ, ഒമേഗ സ്ക്വയർ ആട്ടോ, ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി, ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഈ ഇക്വേഷൻ കൂടെ നിങ്ങൾ പഠിക്കണം. ഏതൊരു ബോഡി, അത് ഏത് ബോഡി ആയിക്കോട്ടെ, SHM ഏതെങ്കിലും ബോഡി എന്താ പറയാ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്,
ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ എക്സ് എക്സ് ഒക്കെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ദെൻ ഒമേഗ എന്ന് പറഞ്ഞ ആംഗുലർ ഫ്രീക്വൻസി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വളരെ പെട്ടിയിലാക്കി വെക്കണം, എല്ലാം പെട്ടിയിലാക്കി വെക്കണം. ഇത് കുറച്ചും കൂടെ ഗൗരവത്തിൽ പെട്ടിയിലാക്കി വെക്കുക. ഏതൊരു ബോഡി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ ബോഡി അണ്ടർഗോയിങ് എസ് എച്ച് എം. അപ്പോൾ എസ് എച്ച് എം സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്. സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഈ ഒരു ഇക്വേഷന് ഭയങ്കര പ്രാധാന്യമുണ്ട്, കാരണം പല സ്ഥലങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യുന്ന അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എന്താ പറയാ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് എസ് എച്ച് എം. സോ ഈ രണ്ട് ഇക്വേഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ രണ്ട് ഇക്വേഷനും കണ്ടിട്ട് രണ്ട് ഇക്വേഷൻ ഏകദേശം സിമിലർ ആണ്. കാരണം എന്താ, ഇവിടെ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്, രണ്ടോടത്തും ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഇവിടെയും എന്താണ് എക്സ് എക്സ്, പിന്നെ ഇവിടെ മാറ്റുള്ളത്. ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിട്ടാണ് കിട്ടുക. അതായത് ഇവിടെ ഒമേഗ സ്ക്വയറിന്റെ സ്ഥാനത്ത് ഇവിടെ കെ ബൈ എം ആണ്. അല്ലെങ്കിൽ അതായത് ജനറൽ ഇക്വേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഇവിടെ ഒമേഗ സ്ക്വയറിന്റെ സ്ഥാനത്ത് ഇവിടെ ആരാണ്, കെ ബൈ എം ആണ്. സോ ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ബൈ എം എന്ന് കിട്ടും. കാരണം ഈ രണ്ട് ഇക്വേഷൻ ഈക്വൽ ആണ്. ഇതിൽ ഈ ഒമേഗ സ്ക്വയറിന്റെ സ്ഥാനത്ത് ഇവിടെ ആരാണ്, കെ ബൈ എം ആണ്. സോ അതെന്താണ്, ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് ചെയ്താം, അത് ഇക്വേറ്റ് ചെയ്തിട്ട് എഴുതാം. അത് നമുക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ വേണമെങ്കിൽ എഴുതി വെച്ചോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ കൊടുത്തോ. സപ്പോസ് ഇത് എന്താ പറയുക, ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ കമ്പയറിംഗ് ഇക്വേഷൻ 1 and 2 വി ഗെറ്റ്, അങ്ങനെ എഴുതിക്കും. കമ്പയറിംഗ് എന്താ പറയാ, കമ്പയറിംഗ് ഇക്വേഷൻസ് 1 അതേപോലെ 2, ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ, കമ്പയറിംഗ് ഇക്വേഷൻ 1 and 2 വി ഗെറ്റ്. അവിടെ എന്താ നമുക്ക് കിട്ടുക, ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് കെ ബൈ എം ആണ്. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം, ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ബൈ എം. നമുക്ക് ഈ ഒരു സ്പ്രിങ് ഇങ്ങനെ റീസ്റ്റോറിംഗ് ഫോഴ്സ് കാരണം ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള എന്താ കിട്ടേണ്ടത്, ഉള്ള ഫ്രീക്വൻസി ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, കെ ബൈ എം എന്ന് കിട്ടി. സോ നമുക്ക് ഇവിടുന്ന് ഒമേഗ എന്ത് കിട്ടും, നമുക്ക് ഇവിടുന്ന് ഒമേഗ എന്ത് കിട്ടും. സോ ഒമേഗ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, റൂട്ട് ഓഫ് എന്ത് കിട്ടും, കെ ബൈ എം കിട്ടും. കാരണം സ്ക്വയറിനെ എങ്ങോട്ട് കൊണ്ടുപോയ റൂട്ടാണ്, ഇത് ഏത് പൊട്ടനും അറിയാം. അതിനർത്ഥം നിങ്ങൾ പൊട്ടൻ അല്ല എന്നാണ്. അല്ല, പൊട്ടൻ അല്ല, നിങ്ങൾ ബ്രൈറ്റ് സ്റ്റുഡൻസ് ആണ്, സോറി. അപ്പോ നമുക്ക് എന്ത് കിട്ടണം, ടൈം പീരീഡ് ആണ് കിട്ടേണ്ടത്. നമുക്കറിയാം ഒമേഗ എന്ന് പറയുന്നത് 2π/t ആണ്, അല്ലെ? സോ ഇനി ഇവിടെ ഒമേഗന്റെ സ്ഥാനത്ത് 2π/t കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുക, ഒമേഗന്റെ സ്ഥാനത്ത് 2π എന്താ പറയുക ടി എന്ന് കൊടുക്കുമ്പോൾ 2π/t ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് കിട്ടും, കെ ബൈ എം എന്ന് കിട്ടും. ഓക്കെ, കെ ബൈ എം എന്ന് കിട്ടും. ഇനി അടുത്തത് ഈ ഒരു ടൈം പീരീഡ് ടീനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു, ഈ റൂട്ട് കെ ബൈ എമ്മിനെ ഞാൻ നേരെ എന്ത് ചെയ്തു, താഴോട്ട് ഇങ്ങോട്ട് എടുത്തു. സോ നമുക്ക് എന്ത് കിട്ടും, ടി ഈസ് ഈക്വൽ ടു 2π എന്ത് കിട്ടും, റൂട്ട് ഓഫ് കെ ബൈ എം എന്ന് കിട്ടും. ഓക്കെ, റൂട്ട് ഓഫ് കെ ബൈ എം, റൂട്ട് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഞാൻ ഇതിനൊന്ന് റെസിപ്രോക്കൽ എടുത്തിട്ട് മുകൾക്ക് എടുക്കുമ്പോൾ എനിക്ക് ഫൈനൽ ഇക്വേഷൻ എങ്ങനെ കിട്ടും, എനിക്ക് ഫൈനൽ ഇക്വേഷൻ ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്ത്, അതായത് ടൈം പീരീഡ് എന്താ പറയാ, ആരെ ടൈം പീരീഡ്, ടൈം പീരീഡ് ഓഫ് എ ഓസിലേറ്റിംഗ് സ്പ്രിങ്. ഓക്കെ, ഒരു ഓസിലേറ്റ് ചെയ്യുന്ന സ്പ്രിങ്ങിന്റെ ടൈം പീരീഡ് എനിക്ക് ഇങ്ങനെ കിട്ടും. എങ്ങനെ കിട്ടും, എങ്ങനെ കിട്ടും, ടൈം പീരീഡ് ഓഫ് എ ഓസിലേറ്റിംഗ് സ്പ്രിങ് ഈസ് ഈക്വൽ ടു ടി ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് കെ ബൈ എം. റൂട്ട് ഓഫ് കെ ബൈ എമ്മിന് മുകളിൽ കൊണ്ടുപോകുമ്പോൾ റെസിപ്രോക്കൽ എടുക്കണം. ടി ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എന്ത് കിട്ടും, കെ ബൈ എമ്മിന് പകരം എം ബൈ കെ എന്നാണ് കിട്ടുക. ഓക്കെ, സോ ഇതാണ് ഒരു ഓസിലേറ്റിംഗ് സ്പ്രിങ്ങിന്റെ എന്ത് ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ. ടി ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എം ബൈ കെ. ടി ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എം ബൈ കെ. ഇവിടെ എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്, അതേപോലെ കെ എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന സംഗതിയാണ്. അറിയാത്തവരെ എഴുതി വെക്കുക, കെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്, എം മാസ് ആണ്. ഇതിപ്പോ ടൈം പീരീഡ് ആണുള്ള ഇക്വേഷൻ ആണ്, അല്ലെ? നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന്റെ ഫ്രീക്വൻസി വേണമെങ്കിൽ കാണാം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. അതായത് ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ ആണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിക്ക് നിങ്ങൾക്ക് എഫ് എന്ന് കൊടുക്കാം, ന്യൂ എന്ന് കൊടുക്കാം. ഞാൻ ന്യൂ ആ കൊടുക്കുന്നത്. സോ ഇതിന്റെ നേരെ റെസിപ്രോക്കൽ എടുത്താൽ മതി. സോ ന്യൂ ഈസ് ഈക്വൽ ടു 1/t. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ 2π റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എത്ര വരും, 1 എന്ത് കിട്ടും, 2π എന്ന് കിട്ടും. റൂട്ട് ഓഫ് എം ബൈ കെ റെസിപ്രോക്കൽ എന്താ, റൂട്ട് ഓഫ് കെ ബൈ എം എന്ന് കിട്ടും. സോ ഫ്രീക്വൻസി കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ വൈബ്രേഷൻ ഓഫ് എ ഓസിലേറ്റിംഗ് സ്പ്രിംഗ്. അപ്പോൾ ഒരു ഓസിലേറ്റിംഗ് സ്പ്രിംഗിന് നിങ്ങളുടെ ബോർഡ് എക്സാമിന് ചോദിക്കുന്നുണ്ട് വെച്ചാൽ ഇതിന്റെ ടൈം പീരീഡ് അല്ലെങ്കിൽ ഇതിന്റെ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറയും. ഓക്കെ, സാധാരണ ടൈം പീരീഡ് ഡിറൈവ് ചെയ്യാനോ പറയാം. ഇപ്പൊ ഫ്രീക്വൻസി ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാലും സിമ്പിൾ ആണ്, കാരണം ന്യൂ ഈസ് ഈക്വൽ ടു അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡെറിവേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ സിമ്പിൾ ഡെറിവേഷൻ ആണ്. ചോദിക്കുകയാണെങ്കിൽ 2 അല്ലെങ്കിൽ 3 മാർക്കിനാവും ചോദിക്കുക. ഓക്കെ, സോ സിമ്പിൾ പരിപാടിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചിത്രമൊക്കെ ഒന്ന് ജസ്റ്റ് വരച്ചിട്ടോളൂ. ചിത്രം നല്ല അടിപൊളിയായിട്ട് തന്നെ വരച്ചിട്ടോ. ഒരു പേജ് ഇപ്പൊ ഒരു ഇതാണ് ഇപ്പൊ നിങ്ങൾ ഷീറ്റ് എന്നുണ്ടെങ്കിൽ ഒരു പകുതി എന്ത് ചെയ്യണം, ചിത്രമാക്കി ഇങ്ങോട്ട് വരച്ചു വെച്ചോ. മാക്സിമം പേജ് എടുത്തോണ്ടി, കാരണം
എത്ര പേജ് കൊടുക്കണം അത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് ആണ്. കാരണം മാർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടും. കാരണം നോക്കുന്ന ആൾക്കാർക്ക് തോന്നും കുറെ പേപ്പറൊക്കെ ഉണ്ടെങ്കിലേ കുറെ എന്താ പറയാ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ തോന്നും. നിങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും അതിനർത്ഥം കുറെ കഥകളൊന്നും എഴുതി വെക്കരുത്, പഠിച്ചത് മാത്രം എടുത്ത് എഴുതി വെക്കുക. ഓക്കെ, ഇനിയിപ്പോ എക്സാം ആകുമ്പോൾ ഞാൻ ലൈവ് ക്ലാസ് വെച്ചിട്ട് എക്സാം എങ്ങനെ എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു വിഷയമാക്കണ്ട. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, സിമ്പിൾ പെൻഡുലം പഠിക്കാം. എന്ത് പഠിക്കാം? സിമ്പിൾ പെൻഡുലം പഠിക്കാം. പിന്നെ കുറെ ഉടായ്പൊക്കെ ഉണ്ട്. ഉടായ്പല്ല, നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ നമ്മൾ പോയാൽ മതി. എന്നിരുന്നാലും നമുക്ക് കുറച്ചൊക്കെ കുറുക്ക് വഴികൾ വേണമല്ലോ. സോ എന്തെങ്കിലും ആയിക്കോട്ടെ. ദെൻ വി ആർ ഗോയിങ് ഫോർ സിമ്പിൾ പെൻഡുലം. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ തുടങ്ങിയ മുതലേ ഞാൻ ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങിയ സാധനമാണ് സിമ്പിൾ പെൻഡുലം, സിമ്പിൾ പെൻഡുലം, സിമ്പിൾ പെൻഡുലം. അപ്പൊ അത് എന്താ സാധനം? ഓക്കെ, അപ്പൊ അത് എന്താ സാധനം, അതിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ ഞാൻ അതിന്റെ നോട്ടും കൂടെ കോപ്പി ചെയ്ത് തരാം. ഓക്കെ, അപ്പോ എന്താണ് സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ, അത് ഞാൻ ഓൾറെഡി ഐ തിങ്ക് ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. എന്നിരുന്നാലും കുഴപ്പമില്ല, ഞാൻ ചിലപ്പോൾ ഇത് പറഞ്ഞു തന്നിട്ടുണ്ടാവും. എന്തിനും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് സിമ്പിൾ പെൻഡുലത്തിനെ കുറിച്ച് പറയണം. എന്നിട്ട് സിമ്പിൾ പെൻഡുലത്തിന്റെ എന്ത് കണ്ടുപിടിക്കണം? ടൈം പീരിയഡ് കണ്ടുപിടിക്കണം. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ പ്ലസ് ടു ഒരു സിമ്പിൾ പെൻഡുലം ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്യും. ഓക്കെ, സാധാരണ പ്ലസ് വണ്ണിലത്തെ എക്സ്പെരിമെന്റും പ്ലസ് ടു എക്സ്പെരിമെന്റും രണ്ടും കൂടെ പ്ലസ് ടുവിലാണ് ചെയ്യാം. ഈ സിമ്പിൾ പെൻഡുലം സാധാരണ എല്ലാവരും കിട്ടരുതെന്നാണ് വിചാരിക്കുക. കാരണം സിമ്പിൾ പെൻഡുലത്തിൽ നിങ്ങളുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വാല്യൂ ആണ് സിമ്പിൾ പെൻഡുലം യൂസ് ചെയ്തിട്ട് കാണാൻ പറയാം. നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്ന് പറഞ്ഞാൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എറർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ കുട്ടികൾ എന്ത് ചെയ്യും, മാക്സിമം ആ ഒരു എക്സ്പെരിമെന്റ് കിട്ടരുത് എന്നാണ് ആഗ്രഹിക്കുക. ഇനി അഥവാ കിട്ടിയാൽ നമുക്ക് അതിന് കുറെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്തായാലും വളരെ ഭാഗ്യവാന്മാരാണ്. കൊറോണ ഒക്കെ കുറയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കൂളിലേക്കൊക്കെ പോവാം. നല്ല നല്ല വൈബായിരിക്കും. ഓക്കെ, സോ എന്തെങ്കിലും ആവട്ടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ പെൻഡുലം. അപ്പൊ സിമ്പിൾ പെൻഡുലം ഞാനൊന്ന് വരച്ചു തരാം ആദ്യം. അപ്പൊ ആദ്യം എന്താണ് സിമ്പിൾ പെൻഡുലം എന്ന് വരച്ചു തരാം. സോ ഈ മുകളിലത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഫിക്സഡ് പോയിന്റ് ആണ്. നമ്മളിത് തൂക്കിയിട്ടിരിക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, അതങ്ങനെ തൂക്കിയിട്ടിരിക്കണം. അപ്പൊ ഇനി ഇതൊരു ഫിക്സഡ് പോയിന്റ് എന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു ത്രെഡോ സ്ട്രിങ്ങോ എന്ത് തേങ്ങയുമാണെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഒരു ത്രെഡോ സ്ട്രിങ്ങോ ഒക്കെ എന്തും വെക്കാം. ഇതിന്റെ താഴെ ഓക്കെ, അപ്പൊ ഇതാ ഈ സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താ അറിയാം, ഈ സിമ്പിൾ പെൻഡുലത്തിൽ എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് ഉണ്ടാവും. ഓക്കെ, ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് എൽ ആണ്, സ്മോൾ എൽ ആണ് ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത്. ചിലർ ക്യാപിറ്റൽ എൽ എടുക്കും, എന്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ലെങ്ത് എങ്ങനെ മെഷർ ചെയ്യുക വെച്ചാൽ ഇതാണ് സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത്. ഓക്കെ, ഇത് ഈ ഒരു വട്ടത്തുള്ള സാധനം കണ്ടില്ലേ, ഇതിന്റെ മാസ് സ്മോൾ എം ആണ്. ഈ ചങ്ങായിനെ പറയുന്ന പേരാണ് ബോബ്. പണ്ട് പോകോലൊക്കെ ബോബ് ദ ബിൽഡർ എന്ന് പറഞ്ഞിട്ട് ഒരു കാർട്ടൂൺ ഒക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ വലിയ കാർട്ടൂണിന്റെ പിരാന്തനായിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് അറിയുന്നത് പറഞ്ഞത്. സോ ഇതാണ് ബോബ്. ഓക്കെ, അപ്പൊ ഇതിന്റെ മാസ് സ്മോൾ എം ആണ്. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒരു ഫോഴ്സ് കൊടുത്താൽ ഈ സാധനം എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ടു ആൻഡ് ഫ്രോ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്ത് കളിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഓസിലേറ്റ് ചെയ്ത് കളിക്കുമ്പോൾ ആ സമയത്തിന് എന്തുണ്ടാവും, ഒരു ടൈം പീരീഡ് ഉണ്ടാവും. ഒബ്വിയസ്ലി ഉണ്ടാവും എന്തായാലും. സോ ആ ടൈം പീരീഡ് നമുക്ക് കണ്ടെത്തണം. ഓക്കെ, അതേപോലെ അതിന്റെ ഫ്രീക്വൻസി കണ്ടെത്തണം. അപ്പൊ അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഞാൻ എന്താണ്, നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചേക്കാം. കൺസിഡർ എ സിമ്പിൾ പെൻഡുലം ഓഫ് ലെങ്ത് എൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് എന്താണ്, എൽ ആണ്. ഓക്കെ, ലെറ്റ് എം ബി ദ മാസ് ഓഫ് ദ ബോബ്. മാസ് അതായത് ബോബിന്റെ മാസ് എന്താണ്, എം ആണ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, വെൻ ദ ബോബ് ഈസ് ഡിസ്പ്ലേസ്ഡ് ത്രൂ എ ഡിസ്റ്റൻസ് എക്സ്. ഓക്കെ, അതായത് ഞാൻ ഇതിന് എന്ത് ചെയ്തു, ഇവിടുന്ന് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് നേരെ ഇവിടെ കൊണ്ടുപോയി വെച്ചു. ഓക്കെ, ഈ ചങ്ങായിക്ക് ഞാനൊരു ഫോഴ്സ് കൊടുത്തിട്ട് ഞാൻ നേരെ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി വെച്ചു. ഓക്കെ, അതായത് ആ പെൻഡുലത്തിന് എടുത്തിട്ട് ഞാൻ എവിടെ കൊണ്ടുപോയി വെച്ചു, ഞാൻ ഈ ഒരു പോയിന്റിൽ കൊണ്ടുപോയി വെച്ചു. ഏതൊരു പോയിന്റിൽ കൊണ്ടുപോയി വെച്ചു, ഈ ഒരു പോയിന്റിലേക്ക് ഞാൻ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചു. ഓക്കെ, ഇങ്ങോട്ട് അങ്ങോട്ട് നീട്ടി കൊണ്ടുപോയി വെച്ചു. ലെങ്ത് ഒന്നും മാറില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് അങ്ങോട്ട് ഡെപ്പിക്ട് ചെയ്യാന്ന് മാത്രം. അപ്പൊ അങ്ങോട്ട് ഞാൻ എന്ത് ചെയ്തു, കൊണ്ടുപോയി വെച്ചു. ഓക്കെ, അപ്പോ അങ്ങോട്ട് ഞാൻ എന്ത് ചെയ്തു, ഡിസ്പ്ലേസ് ചെയ്തിട്ട് ഞാനൊരു ഫോഴ്സ് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചു. ഓക്കെ, സോ ഞാൻ എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത് ചെയ്തത്, ഇവിടുന്ന് അങ്ങോട്ട് നീക്കി കൊണ്ടുപോയത്. ഓക്കെ, അപ്പൊ എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഞാൻ ഇങ്ങോട്ട് നോക്കി കൊണ്ടുപോയത്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക, ഇത് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ട് നിൽക്കുമ്പോൾ താഴോട്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓബിയസ്ലി എന്തായാലും ഉണ്ടാവും. ഒരു എം ജി എന്ന് പറഞ്ഞ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ അത് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും, ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും അതിനെ എടുത്ത് പിടിച്ച് വലിക്കുന്നുണ്ടാവും. സോ ആ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങോട്ടും ഉണ്ടാവും, താഴോട്ടും ഉണ്ടാവും. ആ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴോട്ടും ഉണ്ടാവും. പിന്നെ ഈ രണ്ടിന്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റയാന്ന് വിചാരിക്കുക. ഓക്കെ, ഈ രണ്ടിന്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റയാന്ന് വിചാരിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എം ജിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു എം ജിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അല്ലെ, ഇങ്ങോട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, നേരെ ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളെ റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ എന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സാധനത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യാം, ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ. അപ്പോ ഇവിടെ ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ആംഗിളും തീറ്റ ആയിരിക്കും. അപ്പോൾ ഒരാളെ രണ്ടായിട്ട് മുറിക്കുമ്പോൾ, ഒരാളിപ്പോ എന്താ പറയുക, സപ്പോസ് ഇവിടുന്ന് ഇപ്പൊ രണ്ടായിട്ട് മുറിക്കുകയാണെങ്കിൽ തീറ്റുള്ള ഭാഗം, ഇതിപ്പോ സപ്പോസ് എഫ് ആണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം തീറ്റുള്ള ഭാഗം എഫ് കോസ് തീറ്റ ആണെന്നും തീറ്റ ഇല്ലാത്തതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് എഫ് സൈൻ തീറ്റ എന്നാവും അല്ലെ.
സോ ഇവിടെ എന്താണ് തീറ്റ ഉള്ള ഈ ഭാഗം എന്തായിട്ട് മാറും എം ജി കോസ് തീറ്റ എന്നായിട്ട് മാറും. എന്തായിട്ട് മാറും എം ജി കോസ് തീറ്റ എന്നായിട്ട് മാറും. അതായത് എം ജിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഈ ഭാഗം എം ജി കോസ് തീറ്റ ആണ്. നേരെ ഇങ്ങോട്ടുള്ള ഭാഗം എം ജി എന്താ പറയാ സൈൻ തീറ്റ എന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഇത് ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെ പഠിപ്പിച്ചിട്ടുണ്ട്? എവിടെ പഠിപ്പിച്ചിട്ടുണ്ട്? നമ്മളെ റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ എന്നുള്ള ഭാഗത്തിൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതാ പറഞ്ഞത് എല്ലാ ചാപ്റ്റേഴ്സും കണക്റ്റഡ് ആണ്. സോ ഒരു ഭാഗത്തേക്ക് താഴോട്ട് എം ജി കോസ് തീറ്റ എന്നും ഈ ഭാഗത്തേക്ക് എം ജി സൈൻ തീറ്റ എന്നും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ? Then weight of the bob mg can be resolved into two components. Okay, ഒന്നാമത്തെ കമ്പോണന്റ് എം ജി സൈൻ തീറ്റ ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ. ഉദ്ദേശം എന്താ വെച്ചാൽ ഇത് നേരെ ഈ ഒരു ആദ്യം നിന്ന പൊസിഷനിലോട്ട്, ഈ ഒരു മീൻ പൊസിഷനിലോട്ടാണ് ഈ എം ജി സൈൻ തീറ്റ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഇങ്ങോട്ടാണ് നമ്മൾ കൊണ്ടുപോയതെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട്, മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ റെസ്റ്റിൽ നിൽക്കുന്ന ഈ ഒരു പൊസിഷനാണ് മീൻ പൊസിഷൻ. സോ അങ്ങോട്ടാണ് ആര് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്? നമ്മളെ സിമ്പിൾ പോലെ തന്നെ എം ജി സൈൻ തീറ്റ എന്താ പറയാ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. Therefore എം ജി സൈൻ തീറ്റ പ്രൊവൈഡ്സ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ്. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങോട്ട് നമ്മൾ നീക്കി കൊണ്ടുപോകുമ്പോൾ നമ്മളെ റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടാണോ പോകുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ആ ഓപ്പോസിറ്റ് ആയ ഡയറക്ഷനിലോട്ടാണ് എം ജി സൈൻ തീറ്റ ഉള്ളത്. അതായത് ഈ റീസ്റ്റോറിംഗ് ഫോഴ്സും എം ജി സൈൻ തീറ്റയും, അതായത് റീസ്റ്റോറിംഗ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എം ജി സൈൻ തീറ്റയാണ്. ഓക്കെ, പറഞ്ഞത് ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഇതിനെ നേരെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ, നമ്മളിപ്പോ സപ്പോസ് ഇങ്ങോട്ട് പോകാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും റീസ്റ്റോറിംഗ് ഫോഴ്സ് വരാം. നമ്മൾ ഇതിന്റെ നേരെ ഇവിടുന്ന് അങ്ങോട്ടാണ് കൊണ്ടുപോയത്. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും ആര് വരിക? റീസ്റ്റോറിംഗ് ഫോഴ്സ് വരിക. ഓക്കെ, ഇവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് കൊടുക്കുന്നത് എം ജി സൈൻ തീറ്റയാണ്. കാരണം രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. ഒരേ ഡയറക്ഷനിൽ വന്നാൽ അതുകൊണ്ട് നമുക്ക് ഈക്വൽ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സ് തരുന്നത് ആരാണ്? എം ജി സൈൻ തീറ്റയാണ്. Therefore എം ജി സൈൻ തീറ്റ പ്രൊവൈഡ്സ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പൊ അതാണ് ഇവിടുത്തെ ഏറ്റവും വളരെ അധികമുള്ള എന്താ പറയാ ഒരു കീ പോയിന്റ്. ഇനി കിട്ടാൻ സിമ്പിൾ ആണ്. സോ അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? റീസ്റ്റോറിംഗ് ഫോഴ്സ് നമ്മൾ ഇതിനെ എഫ് ആർ എന്നാണ് ഡിനോട്ട് ചെയ്യുക. നേരത്തെ പഠിച്ചിരുന്നു. സോ എഫ് ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എം ജി സൈൻ തീറ്റ. വെറും എം ജി സൈൻ തീറ്റ എന്ന് കൊടുക്കരുത്, മൈനസ് എം ജി സൈൻ തീറ്റ എന്ന് കൊടുക്കണം. കാരണം എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഭാഗം, നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സ് നേരെ ഇങ്ങോട്ടും, അല്ലെങ്കിൽ ബോഡി മൂവ് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടും, റീസ്റ്റോറിംഗ് ഫോഴ്സ് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരു മൈനസ് സിഗ്നൽ അല്ലെങ്കിൽ മൈനസ് സൈൻ അവിടെ കൊണ്ടുപോയി കൊടുക്കും. ഓക്കെ, ഇനി എന്താ വെച്ചാൽ ഇതിപ്പോ ഒരു സിമ്പിൾ പെൻഡുലാണ് അല്ലെ? സോ ഈ ഒരു ആംഗിൾ മെഷർ ചെയ്താൽ അത് വളരെ ചെറുതായിരിക്കും. സപ്പോസ് ഇപ്പോൾ 1.1 ഡിഗ്രി അല്ലെങ്കിൽ 0.7 ഡിഗ്രി അങ്ങനെ വളരെ ചെറുതായിരിക്കും ഈ തീറ്റ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു കൺസെപ്റ്റ് ഉണ്ട്, തീറ്റ വളരെ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ, ഇഫ് തീറ്റ ഈസ് വെരി സ്മോൾ, അതായത് നമ്മൾ തീറ്റ വളരെ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ? ഈ തീറ്റ ഈസ് വെരി സ്മോൾ, തീറ്റ ആംഗിൾ ഇത് എല്ലാ കേസിലും അപ്ലൈ ആട്ടോ. ഈ തീറ്റ ഈസ് വെരി സ്മോൾ, നമ്മൾ ആംഗിൾ തീറ്റ വളരെ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈൻ തീറ്റ ക്യാൻ ബി അപ്രോക്സിമേറ്റ്ലി ടേക്കൺ ആസ് തീറ്റ. അതായത് നമ്മൾ ആ ഇക്വേഷന് സൈൻ തീറ്റ ഉണ്ടെങ്കിൽ, തീറ്റ വളരെ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ സൈൻ തീറ്റ നമുക്ക് എന്താക്കാൻ പറ്റും? തീറ്റ ആക്കി എടുക്കാൻ പറ്റും. കാരണം ഇപ്പൊ സപ്പോസ് നിങ്ങൾ വിചാരിച്ചു നോക്കുക, ഇപ്പൊ സപ്പോസ് ഞാൻ വിചാരിച്ചു നോക്കുക, ഇപ്പൊ സൈൻ എത്ര? 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/√2 ആണ് അല്ലെ? അപ്പോൾ ആംഗിളിന്റെ ഉള്ളിൽ കയറിയാൽ വീണ്ടും എന്താ പറയാ ആൻസർ കുറേ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി കൻ ഈസിലി നെഗ്ലക്ട്. അതുകൊണ്ട് തീറ്റ വളരെ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ സൈൻ തീറ്റ നിങ്ങൾക്ക് എന്താക്കി എടുക്കാൻ പറ്റും? തീറ്റയാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇനി അടുത്ത ഇക്വേഷനിൽ ഇവിടെ സൈൻ തീറ്റ മാറ്റിയിട്ട് എന്ത് ചെയ്ത് കൊടുക്കാം? തീറ്റ കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എഫ് ആർ ഈസ് ഈക്വൽ ടു, സൈൻ തീറ്റയ്ക്ക് പകരം നമുക്ക് തീറ്റ എന്ന് കൊടുക്കാൻ പറ്റും. സോ എഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് എം ജി തീറ്റ എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? മൈനസ് എം ജി തീറ്റ എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ഫിഗറിന് തീറ്റ കാണണം. ഓക്കെ, തീറ്റ കാണണം. തീറ്റ എങ്ങനെ കാണും? നമുക്കറിയാം ആംഗിൾ ഈസ് ഈക്വൽ ടു എന്താണ്? ആർക്ക് ബൈ റേഡിയസ് എന്ന്. നിങ്ങൾ ഈ വർഷം ട്രിഗ്നോമെട്രി പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഇവിടുത്തെ ആംഗിൾ ആരാണ്? തീറ്റയാണ് അല്ലെ? സോ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ എന്താ വരിക? റേഡിയസ് എന്നാ വരിക അല്ലെ? തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്താ വരിക? തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ആർക്കും റേഡിയസും തപ്പി നോക്കാം. ഓക്കെ, തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഓക്കെ, സോ ഇവിടുത്തെ ആർക്ക് എന്ന് പറഞ്ഞാൽ തീറ്റക്ക് ഓപ്പോസിറ്റ് ഈ ഭാഗം ഉണ്ടല്ലോ, അതാണ് ഇവിടുത്തെ ആർക്ക്. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ വരച്ച ഇങ്ങനെ ഒരു ആർക്ക് കിട്ടും. സോ ആർക്കിന്റെ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്? എക്സ് ആണ്. സോ ഇവിടുത്തെ ആർക്ക് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. പിന്നെ ഇത് മൊത്തം ഒരു സർക്കിൾ ആക്കി വരയ്ക്കുകയെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും, ഈ ലെങ്ത് ആയിരിക്കും അതിന്റെ റേഡിയസ് വരിക. ഈ ലെങ്ത് ആയിരിക്കും അതിന്റെ റേഡിയസ് വരിക. സോ ആർ ഈസ് ഈക്വൽ ടു ലെങ്ത് എൽ. സോ നമുക്ക് എന്ത് കൊടുക്കാം? ആർക്ക് ബൈ റേഡിയസ്. റേഡിയസ് എത്ര? എൽ. ആർക്ക് എത്ര? എക്സ്. സോ എക്സ് എന്ത് കൊടുക്കാം? എക്സ് ബൈ എൽ എന്ന് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ നേരെ ഈ തീറ്റയ്ക്ക് ഈ ഇക്വേഷനിൽ എക്സ് ബൈ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്ത് കിട്ടും? അടുത്ത ലൈൻ ആക്കി എഴുതണം. എഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് എം ജി ഇൻറ്റു എന്ത് കിട്ടും? എക്സ് ഓൾ ഡിവൈഡ് ബൈ എൽ. ഓക്കെ, എഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് എം ജി ഇൻറ്റു എക്സ് ബൈ എൽ. ഓക്കെ,
അപ്പൊ എഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് എം ജി ഇൻറ്റു എക്സ് ബൈ എൽ. അതായത് ഒരു സിമ്പിൾ പെൻഡുലത്തിന് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യിപ്പിച്ച് അതുകൊണ്ടാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ ആണത് മൈനസ് എം ജി എക്സ് ബൈ എൽ. അപ്പൊ നമുക്ക് എഴുതി വെക്കാം റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ, റീസ്റ്റോറിംഗ് എന്താ പറയാ ഫോഴ്സ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഓക്കെ, ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ റീസ്റ്റോറിംഗ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ചിലപ്പോൾ ഇത് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയും. ഈസ് ഈക്വൽ ടു എഫ് ആർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് എം ജി എന്ത് കിട്ടും? എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്ന് കിട്ടും. ഓക്കെ, അത് എൽ ആണ് കേട്ടോ, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ പെൻഡുലം, എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്, എം എന്ന് പറഞ്ഞാൽ മാസ്, ജി എന്ന് പറഞ്ഞാലോ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ബോബ് ആണ് കേട്ടോ. എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ബോബ് ആണ്. നമ്മൾ സാധാരണ ഗണത്തിൽ സ്ട്രിങ്ങിന്റെ മാസ് നെഗ്ലക്ട് ചെയ്യും. സോ അതുകൊണ്ട് അത് കൂട്ടേണ്ട ആവശ്യമില്ല. സോ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓഫ് ഓൺ എ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് എഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് എം ജി എക്സ് ബൈ എൽ ആണ്. ഓക്കെ, നമുക്ക് കാണേണ്ടത് ഇതൊക്കെയാണോ? അല്ല, നമുക്ക് കാണേണ്ടത് ഇതൊന്നും അല്ല. നമുക്ക് കാണേണ്ടത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം. നമുക്കറിയാം ഏതൊരു ബോഡി ഓസിലേഷൻ ചെയ്യുമ്പോഴും എഫ് പ്രപ്പോർഷണൽ ടു മൈനസ് എക്സ് ആണ്, അല്ലെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആണ്. എന്തെങ്കിലും ആയിക്കോട്ടെ. ഇവിടെ നോക്കൂ, ഇവിടുത്തെ ഫോഴ്സും അതേപോലെ ഡിസ്പ്ലേസ്മെന്റും രണ്ടും പ്രപ്പോർഷണൽ ആണ്. എം ജി എൽ എന്നൊക്കെ കോൺസ്റ്റന്റ് ആണ്, കാരണം അതൊക്കെ ഓൾറെഡി ഫിക്സ്ഡ് ആയിരിക്കും. സോ ഇതിനെന്താ മനസ്സിലാക്കാൻ പറ്റുക? ഈ ഒരു ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? സിമ്പിൾ ഹാർമോണിക് മോഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ നമുക്കതൊന്ന് എഴുതി വെക്കാം. അപ്പൊ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത് ദാറ്റ് ഈസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്താണ്? ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ. അല്ലെ, റീസ്റ്റോറിംഗ് ഫോഴ്സ് മീൻ പൊസിഷനിലോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ്, ഓക്കെ, അതും കൂടെ എഴുതി വെക്കാം. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് മീൻ പൊസിഷൻ. ഓക്കെ, അപ്പോൾ മീൻ പൊസിഷനിലോട്ടാണ് ഈ സാധനം ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, so restoring force is directly proportional to displacement and it is directed towards the mean position. Okay, ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? ഇതാണോ? അല്ല, ഇതല്ല നമുക്ക് കാണേണ്ടത്. നമുക്ക് കാണേണ്ടതിന്റെ ടൈം പീരീഡ് ആണ്. അപ്പൊ നമ്മൾ ഈ റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ താഴോട്ട് എടുത്ത് എഴുതാണ്. ഓക്കെ, അപ്പൊ എഫ് ആർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? നേരത്തെ പറഞ്ഞ പോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കമ്പയർ ചെയ്യാം. സോ എഫ് ആർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? മൈനസ് എം ജി, ഓക്കെ, മൈനസ് എം ജി എക്സ് ഓൾ ഡിവൈഡ് ബൈ എൽ, മൈനസ് എം ജി എക്സ് ഓൾ ഡിവൈഡ് ബൈ എൽ. ഇനി നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ, എം എ അല്ലെ. അപ്പൊ എം എ ഈസ് ഈക്വൽ ടു മൈനസ് എം ജി എന്ത് കിട്ടും? മൈനസ് എം ജി എക്സ് ബൈ എന്ത് കിട്ടും? എൽ എന്ന് കിട്ടും അല്ലെ. ഇവിടെ എമ്മും ക്യാൻസൽ ചെയ്തു അല്ലെ. അപ്പൊ എമ്മും ക്യാൻസൽ ചെയ്തു. അപ്പൊ ഈ അടുത്ത സ്റ്റെപ്പിൽ എന്താ കിട്ടുക? ഞാൻ ഇവിടെ എഴുതാൻ പോട്ടോ. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എ ഈസ് ഈക്വൽ ടു മൈനസ് എന്ത് കിട്ടും? മൈനസ് ജി ബൈ എൽ ഇൻറ്റു എക്സ് എന്ന് എഴുതാണ്. രണ്ടും കണക്കാണ്. മൈനസ് ജി ബൈ എൽ ഇൻറ്റു എക്സ് എന്ന് എഴുതുക കേട്ടോ, കുഴപ്പമില്ല. ഇനി അടുത്ത സ്റ്റെപ്പിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബോഡി സിമ്പിൾ ഹാർമോണിക് മോഷനിൽ പോവാന്നുണ്ടെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ എന്താ? കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. എവിടെ കണ്ടിട്ടുണ്ട്? നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടെന്നല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്? ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. സോ എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ആക്സിലറേഷന്റെ സ്ഥലത്ത് മൈനസ് ഒമേഗ സ്ക്വയർ എന്താ പറയാ? എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ജി ബൈ എൽ ഇൻറ്റു എക്സ് അല്ലെ. ഇവിടെ എക്സും ക്യാൻസൽ ചെയ്യും. ഈ ഒരു മൈനസും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആംഗുലാർ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ കിട്ടി. ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ജി ബൈ എൽ എന്ന് കിട്ടും. ഓക്കെ, ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി ബൈ എൽ എന്ന് കിട്ടും. അതായത് ഒമേഗ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് എന്ത് കിട്ടും? ജി ബൈ എൽ എന്ന് കിട്ടും. ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ എന്ന് കിട്ടും. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ പെൻഡുലം. നമുക്ക് ആദ്യം ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? 2πf ആണ് അല്ലെ. 2πf ആണ്. ഓക്കെ, അപ്പൊ ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. സോ ഒമേഗക്ക് പകരം ഞാൻ അപ്പൊ ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. നമുക്ക് ആദ്യം ഫ്രീക്വൻസി കാണാം, എന്നിട്ട് ടൈം പീരീഡ് കാണാം. ഓക്കെ, സോ നമുക്ക് ഒമേഗ ഈസ് ഈക്വൽ ടു 2πf അല്ലേ. സോ ഞാൻ എന്ത് ചെയ്തു? ഒമേഗക്ക് പകരം ഇവിടെ 2πf കൊടുത്തു. സോ 2πf ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? റൂട്ട് ഓഫ് ജി ബൈ എൽ എന്ന് കിട്ടും. സോ ഇവിടുത്തെ ഫ്രീക്വൻസി അപ്പൊ ഇങ്ങോട്ട് ഇൻറ്റു 2π താഴേക്ക് ഞാൻ കൊണ്ടുവരും. സോ നമുക്ക് എന്ത് കിട്ടും എന്നറിയാം? ഇവിടുത്തെ ഫ്രീക്വൻസി ഓഫ് SHM, ഫ്രീക്വൻസി ഓഫ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീക്വൻസി ഓഫ് എന്താണ്? സിമ്പിൾ പെൻഡുലം. ഓക്കെ, ഫ്രീക്വൻസി ഓഫ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഫ് കൊടുക്കാം, ന്യൂ കൊടുക്കാം. ഞാനിവിടെ വെറുതെ എഫ് ഇട്ട് കൊടുക്കുകയാണ്. ഈസ് ഈക്വൽ ടു 1 എന്താ പറയാ? 2π 1/2π റൂട്ട് ഓഫ് എന്ത് കിട്ടും? ജി ബൈ എൽ എന്ന് കിട്ടും. ഇതാണ് ഒരു ബോഡി, ഒരു സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതിന്റെ ഫ്രീക്വൻസി. എന്താണ്? ഫ്രീക്വൻസി ഓഫ് സിമ്പിൾ പെൻഡുലം എഫ് ഈസ് ഈക്വൽ ടു 1/2π റൂട്ട് ഓഫ് ജി ബൈ എൽ എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് കാണേണ്ട ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് നമുക്ക് എങ്ങനെ കാണാം? വളരെ സിമ്പിൾ ആണ്. കാരണം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ ആണ്. അതായത് ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു എന്താണ്? 1/f ആണ് അല്ലെ. സോ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? ഒന്നും കൂടെ എന്ത് ചെയ്യും? റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടൈം പീരീഡ്. ഓക്കെ, ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്
ടൈം പീരിയഡ് ഓഫ് എന്ത് ടൈം പീരിയഡ് ഓഫ് സിമ്പിൾ പെൻഡുലം അല്ലെ ടൈം പീരിയഡ് ഓഫ് ടിമ്പിൾ പെൻഡുലം ടിമ്പിൾ അല്ല സോറി സിമ്പിൾ പെൻഡുലം ടി ഈസ് ഈക്വൽ ടു ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക 1/2π റെസിപ്രോക്കൽ എന്താണ് 2π ആണ് അല്ലെ 2π ഇൻറ്റു റൂട്ട് ഓഫ് ജി ബൈ എല്ലിന്റെ റെസിപ്രോക്കൽ എന്ത് കിട്ടും എൽ ബൈ എന്ത് കിട്ടും ജി എന്ന് കിട്ടും എൽ ബൈ ജി എന്ന് കിട്ടും സോ ഇതാണ് വളരെ 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 ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷൻ ആണ് ഐ തിങ്ക് എൻട്രൻസ് ക്ലാസ്സിലൊക്കെ ഇത് ഇവിടെ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് ഏതൊക്കെയോ പ്രോബ്ലം ഒക്കെ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ സോ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരിയഡ് ടി എന്ന് പറയുന്നത് 2π റൂട്ട് ഓഫ് എന്താണ് എൽ ബൈ ജി ആണ് എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ പെൻഡുലം ജി എന്ന് പറഞ്ഞാൽ എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അത് ടൈം പീരിയഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലെങ്ത് ഓഫ് ദ അതും കൂടെ എഴുതി തരാം എൽ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചോ ലെങ്ത് ഓഫ് ദ എന്താ പറയാ പെൻഡുലം ഓക്കെ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ പെൻഡുലം ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ടൈം പീരിയഡ് അല്ലെങ്കിൽ ഇതിന്റെ ഫ്രീക്വൻസിനെ ഒരിക്കലും ഈ ബോബിന്റെ മാസ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല സപ്പോസ് നമ്മൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും ഇപ്പൊ ഈ ബോബിന്റെ മാസ് 50 കിലോഗ്രാം ആണ് അത് ഞാൻ 100 കിലോഗ്രാം ആക്കിയാൽ ടൈം പീരിയഡ് എത്രയാന്ന് ചോദിക്കും സപ്പോസ് 50 കിലോഗ്രാം ആക്കുമ്പോൾ സമയം 5 സെക്കൻഡും 100 കിലോഗ്രാം ആക്കിയാൽ എത്രയാണ് ടൈം പീരിയഡ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ് അഗൈൻ 5 സെക്കൻഡ് തന്നെ ആയിരിക്കും കാരണം ടൈം പീരിയഡ് ഒരിക്കലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ടൈം പീരിയഡ് ഒരിക്കലും ഈ ബോബിന്റെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അറിയോ ഈ ബോബിന്റെ മാസിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആകെ ഇത് ടൈം പീരിയഡ് മാറും എപ്പോന്ന് അറിയാം ഇതിന്റെ ലെങ്ത് മാറ്റിയാൽ മാറും അതുപോലെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറ്റിയാൽ മാറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറ്റുക എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിനേറ്റും കുറച്ച് ലിങ്ക് ചെയ്യണം നമ്മൾ വേറെ എന്തെങ്കിലും സ്പേസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ പോള് ഇക്വേറ്ററിലൊക്കെ പോകുമ്പോഴൊക്കെ ടൈം പീരിയഡ് മാറും അല്ലെങ്കിൽ ഇതൊരിക്കലും മാറൂല സോ ഈ ഇക്വേഷനും ഫ്രീക്വൻസി നിങ്ങൾ ഫ്രീക്വൻസി കിട്ടിയാൽ ടൈം പീരിയഡ് കിട്ടും കാരണം അതിന്റെ റെസിപ്രോക്കൽ ആണല്ലോ പിന്നെ ആംഗുലർ ഫ്രീക്വൻസി എല്ലാം അതിൽ തന്നെ കിട്ടും സോ അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് സോ എല്ലാവരും ഒന്ന് എഴുതിയെടുത്തോളൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് VIP എന്നൊക്കെ മാർക്ക് കിട്ടും 3 മാർക്കിന് റെഗുലർ ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണിത് ഓക്കെ സോ എന്ത് ചെയ്തു നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയ വലിയ 2 ടോപ്പിക്കുകളാണ് ഇപ്പോൾ പഠിച്ചു തീർത്തത് ഇനി നമുക്ക് അടുത്ത സെഷനിലോട്ട് പോവാം അതായത് ഞാൻ പോസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല നമുക്ക് ഇനി അടുത്ത ഭാഗത്തോട്ട് പോവാം അപ്പൊ ഇതോടുകൂടെ എന്ത് ചെയ്തു ഇത് കഴിഞ്ഞു ഓക്കെ സോ നമ്മൾ സിമ്പിൾ പെൻഡുലം കഴിഞ്ഞു പിന്നെ അതേപോലെ ഓസിലേഷനും കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യും നമുക്ക് വളരെ കുറച്ചുള്ള ഈ ചാപ്റ്റർ നമ്മൾ തീരാൻ പോവാണ് ഓക്കെ ഇനി അടുത്തത് ഓക്കെ അപ്പോ ഞാൻ അവിടെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് സോറി അപ്പൊ ഞാൻ ഒരു ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അല്ലെ ഓക്കെ അപ്പൊ അതും കൂടെ അതിന്റെ താഴെ ഞാൻ ഈ പറഞ്ഞ പോയിന്റും കൂടെ ഒന്ന് എഴുതി വെച്ചോ ഓക്കെ ഞാനൊരു പോയിന്റ് ഞാനിപ്പോ പറഞ്ഞില്ലേ ഓക്കെ അതായത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യൂല ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുള്ളൂ എന്ന് അപ്പൊ ആ ഒരു പോയിന്റും കൂടെ ഒന്ന് എഴുതി വെച്ചോളൂ ഞാനത് നോട്ട് അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ മറന്നതാണ് ഇതിനും കുഴപ്പമില്ല അപ്പൊ ഇതാണ് ഈ ഇക്വേഷൻ നമുക്ക് കിട്ടുന്ന കൺസെപ്റ്റ് എന്താണ് ഫ്രം ദിസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ പെൻഡുലം ടൈം പീരിയഡിന്റെ അതായത് സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്ന ടൈം പീരിയഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഒന്ന് അതിന്റെ ലെങ്ത് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി രണ്ടാമത് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം അതിന് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ മാസ് ഓഫ് ദ ബോബ് ഓക്കെ മാസ് ഓഫ് ദ ബോബ് ഇപ്പൊ അത് 50 ആയിക്കോട്ടെ 100 ആയിക്കോട്ടെ 200 ആയിക്കോട്ടെ 10,000 ആയിക്കോട്ടെ അത് മാറ്റുന്നതിനനുസരിച്ച് അവിടുത്തെ ടൈം പീരിയഡ് ഒരിക്കലും ചേഞ്ച് ചെയ്യൂല ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ഓക്കെ അത് ഭയങ്കര ഇൻഡിപെൻഡന്റ് ആണ് സോ ആ കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക സോ ദാറ്റ്സ് ഓൾ അത്രേ ഉള്ളൂ ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു സെക്ഷനിലോട്ട് പോവാം ഓക്കെ അപ്പൊ ചാപ്റ്റർ ഈസ് ഗോയിങ് ടു എൻഡ് ഓർ ചാപ്റ്റർ ഈസ് അബൌട്ട് ടു എൻഡ് ഓക്കെ ഇനി നമുക്ക് സെക്കൻഡ് പെൻഡുലം എന്താ നോക്കാം ഓക്കെ അത് ഇപ്പൊ പഠിച്ച സിമ്പിൾ പെൻഡുലം ഉണ്ടല്ലോ അതേപോലത്തെ ഒരു സംഭവമാണ് ഓക്കെ ഇപ്പൊ പഠിച്ച സിമ്പിൾ പെൻഡുലത്തിന്റെ ഒരു ചെറിയ വകഭേദം എന്താണ് സെക്കൻഡ് പെൻഡുലം ആ പേര് തന്നെ ഉണ്ട് എന്താ സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ഓക്കെ സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു പെൻഡുലം ആ പെൻഡുലത്തിന്റെ ടൈം പീരിയഡ് ടി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും 2 സെക്കൻഡ് ആയിരിക്കും അത് ഞാൻ സെക്കൻഡ് പെൻഡുലം എന്ന് പറയാം നമ്മളെടുത്ത ടൈം പീരിയഡ് നമ്മളെടുത്ത എന്താ പറയാ പെൻഡുലത്തിന്റെ ടൈം പീരിയഡ് 2 ആണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സെക്കൻഡ് പെൻഡുലം ഒരു സെക്കൻഡ് പെൻഡുലത്തിന്റെ ലെങ്ത് എൽ എന്ന് പറയുന്നത് എപ്പോഴും 1 മീറ്റർ ആയിരിക്കും ഓക്കെ സോ ഇതാണ് സെക്കൻഡ് പെൻഡുലം എന്ന് പറയുന്നത് സെക്കൻഡ് പെൻഡുലം എന്താണ് ആ ടൈം പീരിയഡിന്റെ അല്ലെങ്കിൽ ആ പെൻഡുലത്തിന്റെ ലെങ്ത് 1 മീറ്ററും അതിന്റെ പീരിയഡ് ടൈം പീരിയഡ് 2 സെക്കൻഡും ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെക്കൻഡ് പെൻഡുലം എന്നാണ് വിളിക്കുക ഓക്കെ അപ്പൊ അത് വേണമെങ്കിൽ പ്രൂവ് ഒക്കെ ചെയ്യാം നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല സപ്പോസ് വേണമെങ്കിൽ ടി സി ഗോൾഡ് 2π റൂട്ട് ഓഫ് എന്താ പറയാ LBG ഒക്കെ ചെയ്ത് നോക്കാം ഇവിടെ 1 9.82 ഇൻറ്റു അങ്ങനെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം സോ അതാണ് സെക്കൻഡ് പെൻഡുലം എന്ന് പറയുന്നത് ഓക്കെ സോ ദാറ്റ് ഈസ് കംപ്ലീറ്റഡ് അത്രേ ഉള്ളൂ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഡാംപ്ഡ് ഓസിലേഷൻ എന്താ നോക്കാം ഓക്കെ അങ്ങനെ കുറച്ച് ടൈപ്പ് ഓഫ് ഇനി ഫുള്ള് തിയറിയാണ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് എന്താ പറയാ ഫുള്ള് തിയറിയാണ് കുറെ തിയറി ഉണ്ട് കുറെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ തിയറി ഉണ്ട് കുറെ തിയറി ഉണ്ട് നമുക്ക് നോക്കാം അതൊക്കെ എന്താന്നുള്ളത് നോക്കാം ഓക്കെ സോ ആദ്യം ഡാംപ്ഡ് ഓസിലേഷൻ എന്താ നോക്കാം പിന്നെ ഫ്രീ ഓസിലേഷൻ
പിന്നെ ഫോഴ്സ്ഡ് ഓസിലേഷൻ ആൻഡ് റെസൊണൻസ്, അങ്ങനെ പരിപാടികൾ ഇപ്പോൾ കഴിയും. സോ ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ അത് വേറെ ടൈപ്പ് ഓഫ് ഓസിലേഷൻ ആണ്. അതായത് ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ കയ്യിൽ ഒരു സിമ്പിൾ പെൻഡുലം ഉണ്ട് അല്ലെ, നമ്മൾ അതിനെ പിടിച്ച് ആട്ടി അതിങ്ങനെ ആട്ടും, അതിങ്ങനെ ആടി കളിക്കും, ആടി കളിച്ച് അങ്ങോട്ടും ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതിങ്ങനെ അതിന്റെ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞ് അത് അവസാനം റെസ്റ്റിലോട്ട് എത്തും. ഓക്കെ, അങ്ങനെ റെസ്റ്റിലോട്ട് എത്താനുള്ള കാരണം എന്താണ്, നമ്മൾ ഇട്ട് ആട്ടുമ്പോൾ ഇവിടെ ഒക്കെ എന്തുണ്ട്, എയർ ഉണ്ട്. ഓക്കെ, എയർ ഉണ്ട്. സോ എയർ എന്ത് ചെയ്യും, നമ്മളെ ബോബ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ എയർ അതിന്റെ മോഷനെ റെസ്ട്രിക്ട് ചെയ്യും, അല്ലെങ്കിൽ എയർ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് അതിന്റെ മോഷന് കൊടുക്കും. സോ അത് കാരണം സപ്പോസ് നമ്മളിപ്പോ എന്താ പറയാ, നമ്മള് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡിൽ നമ്മൾ വെള്ളത്തിലേക്ക് ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ മുകൾക്ക് വിസ്കസ് ഫോഴ്സ് ഇല്ലേ. സോ അതേപോലെ തന്നെ ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ, ഒരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഓപ്പോസിറ്റ് ഫോഴ്സ് എയർ കൊടുക്കും. സോ അത് കാരണം എന്ത് ചെയ്യും, ഈ സാധനം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് ലാസ്റ്റ് റെസ്റ്റിലോട്ട് എത്തും. സോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഓസിലേഷനെ പറയുന്ന പേരാണ് ഡാംപ്ഡ് ഓസിലേഷൻ. നമ്മൾ റിയൽ ലൈഫിലുള്ള എല്ലാ കൈൻഡ് ഓഫ് ഓസിലേഷൻസും എന്താണ്, ഡാംപ്ഡ് ഓസിലേഷൻസ് ആണ്. കാരണം അത് നമ്മൾ തുടങ്ങിയാൽ എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ സ്പേസിക്കൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും, അതെങ്ങനെ ഓസിലേറ്റ് ചെയ്യും, അതിനെ പറ്റി നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം. സോ അതാണ് ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഡാംപ്ഡ് ഓസിലേഷൻ? ആൻ ഓസിലേറ്റിംഗ് ബോഡി കംസ് ടു റെസ്റ്റ് ആഫ്റ്റർ മേക്കിംഗ് സം ഓസിലേഷൻ. അതായത് ഒരു ഓസിലേറ്റിംഗ് ബോഡി കുറച്ച് സമയം എന്ത് ചെയ്യും, ഓസിലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് റെസ്റ്റിലോട്ട് എത്തും. അതെന്തുകൊണ്ടാണ്? ദിസ് ഈസ് ഡ്യൂ ടു ദ റെസിസ്റ്റൻസ് ഓഫ് എയർ കൊടുക്കുന്ന റെസിസ്റ്റൻസ് കാരണമാണ്. സച്ച് ഓസിലേഷൻസ് ആർ കോൾഡ് ഡാംപ്ഡ് ഓസിലേഷൻസ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഓസിലേഷൻസിനെ പറയുന്ന പേരാണ് ഡാംപ്ഡ് ഓസിലേഷൻ എന്നുള്ളത്. അതിന് എക്സാമ്പിൾ ആണ്, ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഓസിലേഷൻസ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇൻ എയർ. നമ്മൾ എയറിൽ എന്ത് ചെയ്യാണ്, നിങ്ങളെ വീട്ടിലൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാം. വീട്ടിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ എയറിൽ എന്ത് ചെയ്യുക, വീട് അല്ല എയർ ആണ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എയർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ ലൈഫ് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നത്. സോ അവിടെ എയർ ഉള്ളത് കൊണ്ടാണ് എന്താ സംഭവിക്കുന്നത്, എയർ ഉള്ളത് കൊണ്ടാണ് ആ ഫ്രിക്ഷൻ വരുന്നത്. സോ നമ്മൾ സാധാ ഒരു സിമ്പിൾ പെൻഡുലത്തിനെ നമ്മൾ അടുത്ത് വെച്ച് തൂക്കിയിട്ടാൽ അതെന്താ സംഭവിക്കുക, ഡാംപ്ഡ് ഓസിലേഷൻ ആണ് ഉണ്ടാക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രീ ഓസിലേഷൻ. ഫ്രീ ഓസിലേഷൻ ആ പേരിൽ തന്നെ ഉണ്ട്. വെൻ എ ബോഡി ഈസ് ഓസിലേറ്റഡ് ആൻഡ് ലെഫ്റ്റ് ഫ്രീ then it execute എന്താ പറയാ, ഓസിലേഷൻ വിത്ത് certain frequency. These oscillations are called free oscillations. Frequency of free oscillations are called natural frequency. അതായത് നമ്മൾ എന്ത് ചെയ്തു, ഫ്രീ ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മളൊരു പെൻഡുലത്തിനെ എടുത്തു. ഓക്കെ, ആ പെൻഡുലത്തിനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യിപ്പിച്ചു. അതിങ്ങനെ ഓസിലേറ്റ് ചെയ്ത് അത് ഇങ്ങനെ എന്ത് ചെയ്യും, ഒരേ ആംപ്ലിറ്റ്യൂഡിൽ ഒരു കോൺസ്റ്റന്റ് ആയ ഫ്രീക്വൻസിയിൽ ഇത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കും. അതായത് ആ സാധനം സ്റ്റോപ്പ് ആവില്ല, ഡാംപ്ഡ് ഓസിലേഷൻ പോലെ അത് സ്റ്റോപ്പ് ആവില്ല, അത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഒരു ഫിക്സഡ് ഫ്രീക്വൻസി വെച്ചിട്ട്. ഓക്കെ, ഫ്രീക്വൻസി വെച്ച് കാണാൻ ഇക്വേഷൻ നമുക്കറിയാം. ഒരു കറക്റ്റ് ഫ്രീക്വൻസി വെച്ചിട്ട്, ഒരു ഫിക്സഡ് ഫ്രീക്വൻസി വെച്ചിട്ട് അത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ സപ്പോസ് 50 ഹെർട്സ് ആണെന്നുണ്ടെങ്കിൽ അത് 50 ഹെർട്സിന് അങ്ങോട്ടും ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഓസിലേഷനെ പറയുന്ന പേരാണ് ഫ്രീ ഓസിലേഷൻ. ഓക്കെ, അപ്പൊ ഫ്രീ ഓസിലേഷനിൽ അവിടുത്തെ ഫിക്സഡ് ഫ്രീക്വൻസിക്ക് നമ്മളൊരു പേര് പറയും. ഫ്രീ ഓസിലേഷനുള്ള ഫിക്സഡ് ഫ്രീക്വൻസിക്ക് നമ്മളൊരു പേര് പറയും. സോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്നുള്ളത്. അത് നമ്മൾ പറയുന്ന പേരാണ് നാച്ചുറൽ ഫ്രീക്വൻസി. സോ ഫ്രീ ഓസിലേഷനിൽ ഒരു ബോഡി ഓസിലേറ്റ് ചെയ്യുന്ന ഫിക്സഡ് ഫ്രീക്വൻസിക്ക് നമ്മൾ പറയുന്ന പേരാണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ഇപ്പൊ ഓക്കെ അല്ലേ? അവിടെ ഞാൻ ഒന്നുകൂടെ വായിച്ചു തരാം. When a body is oscillated and left free, ഒരു ബോഡി ഓസിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടാൽ then it execute oscillation with a certain frequency. ഒരു കണ്ടിന്യൂസ് ആയ certain constant അല്ലെങ്കിൽ ഫിക്സഡ് ഫ്രീക്വൻസി വെച്ചിട്ട് അത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ഓസിലേഷനെ പറയുന്ന പേരാണ് ഫ്രീ ഓസിലേഷൻ. These oscillations are called free oscillations. Frequency of free oscillations are called natural frequency. Okay, അപ്പോ എന്താ പറയാ, ഫ്രീ ഓസിലേഷനിലുള്ള ഫ്രീക്വൻസിനെ പറയുന്ന പേരാണ് നാച്ചുറൽ ഫ്രീക്വൻസി. അതിന് എക്സാമ്പിൾ ആണ് എന്ത്, ഓസിലേഷൻസ് ഓഫ് സിമ്പിൾ പെൻഡുലം ഇൻ വാക്വം. നമ്മൾ വാക്വത്തിൽ വെച്ചിട്ട്, വാക്വം എന്ന് പറഞ്ഞാൽ എയർ ഇല്ലാത്ത അവസ്ഥ, അവിടെ വെച്ചിട്ട് ഒരു എന്താ പറയാ പെൻഡുലത്തിനെ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിച്ചിട്ട് അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഒരു ഫിക്സഡ് ഫ്രീക്വൻസി വെച്ചിട്ട്. പക്ഷെ അതേസമയം ഇവിടെ ഡാംപ്ഡ് ഓസിലേഷന്റെ ഫ്രീക്വൻസി ഫിക്സഡ് അല്ല, അതിങ്ങനെ ഓരോ ഓസിലേഷൻ കഴിയുന്നതനുസരിച്ചിട്ട് അതിങ്ങനെ മാറിക്കൊണ്ടിരുന്ന അവസാനം എന്ത് ചെയ്യും, 0 ഹെർട്സ് ആവും. അതായത് സാധനം റെസ്റ്റിലേക്ക് എത്തും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ, അതാണ് ഫ്രീ ഓസിലേഷൻ. സോ ദ ചാപ്റ്റർ ഈസ് ഗോയിങ് ടു എൻഡ്, ഓർ ദ ചാപ്റ്റർ ഈസ് അബൌട്ട് ടു എൻഡ്. അപ്പൊ നമ്മൾ തീർക്കാൻ പോവാണ്. ഇനി അടുത്ത അവസാനത്തെ ഒരൊറ്റ ടോപ്പിക് എന്ന് പറയുന്നത്, ഇത് വെച്ചിട്ട് നിങ്ങൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യും. ഇവിടെ അല്ല, +2 നിങ്ങൾ എന്തായാലും ഒരു എക്സ്പെരിമെന്റ് ചെയ്യും. +2 എക്സ്പെരിമെന്റ് ചെയ്യും. അപ്പൊ എന്താ നോക്കാം. ഓക്കെ, ഫോഴ്സ്ഡ് ഓസിലേഷൻസ് ആൻഡ് റെസൊണൻസ്. ബിഫോർ ദാറ്റ് 1 മിനിറ്റ്. അപ്പോ എന്താ പറയുന്നത്, സോറി, എന്താ വെച്ചാ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയി ക്ലാസ് എടുക്കുമ്പോൾ ഓഫ് കോഴ്സ് ഒബിയസ്ലി നമ്മളെ ത്രോട്ട് ഒക്കെ ഡ്രൈ ആവും. സോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാട്ടർ ഒക്കെ ഡ്രിങ്ക് ചെയ്തെങ്കിൽ പ്രശ്നമാണല്ലോ. സോ ഫോഴ്സ്ഡ് ഓസിലേഷൻസ് ആൻഡ് റെസൊണൻസ്. സോ അതോടുകൂടെ അതെന്താ നമുക്ക് നോക്കാം, വെറുതെ നോക്കാം.
Okay, oscillations under the action of a periodic force with a frequency other than natural frequency are called forced oscillations. അതായത് നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നാച്ചുറൽ ഫ്രീക്വൻസി വെച്ചിട്ട് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ അത് കൂടാതെ അതിപ്പോ സപ്പോസ് 50 ഹെർട്സ് ആണെന്ന് വിചാരിക്കുക, അതല്ലാണ്ട് വേറെ ഏതെങ്കിലും ഫ്രീക്വൻസിയിൽ പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വെച്ചിട്ട് ഈ ഒരു സാധനത്തിന് ഓസിലേറ്റ് ചെയ്യിപ്പിക്കുക എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്ന് പറയാം. അതായത് ഇപ്പോൾ ഡാംപ്ഡ് ഓസിലേഷൻ നടക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്താണ്, നമ്മളത് വിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് റെസ്റ്റിലാവും. സോ റെസ്റ്റിലാവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പുറത്തുനിന്ന് ഒരു ഫോഴ്സ് കൊടുക്കും. സോ ആ ഫോഴ്സ് കൊടുത്തെന്താ സംഭവിക്കാറ്, അത് പിന്നെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഫ്രീക്വൻസി ഒരിക്കലും നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആവരുത്. ഓക്കെ, നാച്ചുറൽ ഫ്രീക്വൻസി അല്ലാത്ത വേറെ ഏത് ഫ്രീക്വൻസി വെച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എന്താ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയ എന്താ സംഭവിക്കുക എന്നുള്ളത് അടുത്ത പാരഗ്രാഫിലുണ്ട്. സോ അതിനാണ് നമ്മൾ ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്ന് പറയാം. പേരിൽ തന്നെ ഉണ്ട് ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നമ്മൾ ഫോഴ്സ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, സോ അതാണ് ഫോഴ്സ്ഡ് ഓസിലേഷൻ ആൻഡ് റെസൊണൻസ്. എന്താണ്, സോറി റെസൊണൻസ് ഇല്ല, അത് അടുത്ത സ്റ്റെപ്പാണ്. എന്താണ് ഇത് പറഞ്ഞോ, റെസൊണൻസ് എന്താണെന്ന് ഒരു മാർക്കിന് ചോദിക്കൂട്ടോ. So oscillation under the action of a periodic force with a frequency other than natural frequency are called forced oscillation. ഒരിക്കലും നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആവരുത്, അല്ലാത്ത ഏത് ടൈപ്പ് വന്നാലും അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്ന് നമുക്ക് ഈക്വലി വിളിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി വന്നാൽ സംഭവിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ when frequency of forced oscillation become equal to natural frequency of the body. അതായത് ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെന്ന് വിചാരിക്കുക, ഞാൻ കൊടുത്തതും 50 ഹെർട്സ് തന്നെയാണെന്ന് വിചാരിക്കുക. ഞാൻ കൊടുത്ത, അതായത് ഫ്രീ ഓസിലേഷൻ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ഓസിലേഷന് വേണ്ടി കൊടുത്ത ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക അറിയോ, ഈ കറങ്ങുന്ന ബോഡിന്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവും. ഓക്കെ, നാച്ചുറൽ ഫ്രീക്വൻസിയും നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്ഡ് ഫ്രീക്വൻസിയും ഈക്വൽ ആയാൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമത്തിലാവും. അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കണ്ട ഇവിടുന്ന് ഇങ്ങനെ ഇത്രക്ക് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഈ സാധനം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, അത്രക്കും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ അങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ഓക്കെ, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ബിക്കം മാക്സിമം. ആ ഒരു കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസൊണൻസ്. എന്താണ് റെസൊണൻസ്? ഓക്കെ, അപ്പൊ റെസൊണൻസിൽ ഉണ്ടാവുന്ന ആ ഫ്രീക്വൻസിക്ക് പറയുന്ന പേരാണ് റെസൊണന്റ് ഫ്രീക്വൻസി. എന്താണ് റെസൊണന്റ് ഫ്രീക്വൻസി എന്നുള്ളത്? റെസൊണൻസിന് എന്തായിരിക്കും, റെസൊണന്റ് ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആയിരിക്കും. റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആ റെസൊണൻസിലുള്ള കണ്ടീഷൻ അച്ചീവ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി എത്രയാണോ അതാണത്. ഇതിന് ധാരാളം അപ്ലിക്കേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ പട്ടാളക്കാരൊക്കെ തൂക്കുപാലത്തിലൂടെ പോകുമ്പോൾ മാർച്ച് ചെയ്യാണ്ടാണ് പോവുക. അതുവരെ അവർ മാർച്ച് ചെയ്തിട്ടാണ് പോകുന്നുണ്ടാവുക. പക്ഷെ അവര് തൂക്കുപാലെത്തുമ്പോൾ അതെന്ത് ചെയ്യും, മാർച്ച് ചെയ്യാണ്ടാണ് പോവുക. കാരണം എന്താ അറിയോ, അവരുടെ ഫുഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും. സോ അവര് ഫുഡ് സ്റ്റെപ്പ് ഇങ്ങനെ എന്താ പറയുക, അതിന്മേൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക അറിയാം, അതിന്മേൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തൂക്കുപാലത്തിൽ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് കിട്ടും. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ തുടങ്ങും. ഓക്കെ, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ തൂക്കുപാലത്തിന് ഒരു ഫിക്സഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. അതിനോട് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ചവിട്ടുന്ന ഫ്രീക്വൻസി എന്തെങ്കിലും കാരണത്തിൽ ഈക്വൽ ആയാൽ ഈ സാധനം എന്ത് ചെയ്യും, അങ്ങോട്ടും അങ്ങോട്ടും നല്ലോണം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഓസിലേറ്റ് ചെയ്താലുള്ള കുഴപ്പം എന്താ വെച്ചാൽ ചിലപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു തൂക്കുപാലത്തിന് ആ ഒരു ആംപ്ലിറ്റ്യൂഡ് താങ്ങാൻ കഴിയാതെ ഇത് പൊട്ടും. അതുകൊണ്ടാണ് അവർ മാർച്ച് ചെയ്യാണ്ട് പോകുന്നത്. ഓക്കെ, ഇത് പട്ടാളക്കാരുടെ കേസിൽ മാത്രമല്ല, ചില സമയങ്ങളിൽ കാറ്റുണ്ടല്ലോ, എയർ ഉണ്ടല്ലോ, തൂക്കുപാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എയർ ഉണ്ടല്ലോ, കാറ്റ്, ഈ കാറ്റ് വരുമ്പോൾ ഇതിങ്ങനെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ കാറ്റിന്റെ സ്പീഡൊക്കെ കൂടിയാൽ കാറ്റിനനുസരിച്ച് ഈ തൂക്കുപാലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സോ എയറിന്റെ ഫ്രീക്വൻസിയും അതേപോലെ ഇതിന്റെ ഫ്രീക്വൻസിയും തൂക്കുപാലത്തിന്റെ ഫ്രീക്വൻസിയും ഈക്വൽ ആയാൽ എന്താ സംഭവിക്കുക, അവർ തമ്മിൽ റെസൊണൻസിലാവും. റെസൊണൻസിലായാൽ എന്താ സംഭവിക്കുക, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, അതൊക്കെ ഈ ഒരു റെസൊണൻസിന് എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ റെസൊണന്റ് ഫ്രീക്വൻസിക്ക് ഇതൊക്കെ എക്സാമ്പിൾ ആണ്. സോ ഇത് ജസ്റ്റ് ഒന്ന് പ്രത്യേകം ഒന്ന് നോക്കി വെക്കുക, കാരണം ഇത് വെച്ചിട്ട് നമുക്ക് എന്താ പറയാ കാര്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് കാര്യമുണ്ട്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫെമിലൈസ് ആവാൻ വേണ്ടി ഞാനൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ജസ്റ്റ് ഒന്ന് ഫെമിലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബോർഡ് എക്സാമിൽ ചോദിക്കാറുണ്ട്. എ ബോഡി, ഓക്കെ എന്റെ ഒപ്പം എഴുതിക്കോളൂ. എ ബോഡി എന്താ പറയാ, ഓസിലേറ്റ്. ഓക്കെ, എ ബോഡി ഓസിലേറ്റ്സ് എന്താ പറയാ, എ ബോഡി ഓസിലേറ്റ് എന്താ പറയാ വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് SHM. ഓക്കെ, വിത്ത് SHM അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ. SHM അക്കോർഡിംഗ് എന്താ വിത്ത് SHM ഒരു ബോഡി ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാണ് അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ പ്രകാരമാണ് ഈ ബോഡി ഓസിലേറ്റ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ, അതെന്താണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇക്വേഷൻ എക്സ് ഈസ് ഈക്വൽ ടു 5 cos എന്താ പറയാ 5 cos പൈ ടി. ഓക്കെ, പൈ ടി പ്ലസ് എന്താ പറയാ π/4 മീറ്റർ. ഓക്കെ,
ഫൈൻഡ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാനുള്ളത് ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ്. ഓക്കെ, ഫൈൻഡ് എന്താ കാണാൻ പറഞ്ഞത്? ഒന്ന് ഫൈൻഡ് ദ ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താന്ന് കാണണം. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് എന്താ നമുക്ക് അറിയാം. ഫൈൻഡ് ആംപ്ലിറ്റ്യൂഡ്. രണ്ടാമത്തത് ഒന്ന് ഫൈൻഡ് ആംപ്ലിറ്റ്യൂഡ്, രണ്ടാമത്തത് ഫൈൻഡ് ദ, ഓക്കെ, രണ്ടാമത്തെ ഫൈൻഡ് ദ ഫ്രീക്വൻസി. ഓക്കെ, ഒന്നാമത്തത് എന്താണ്? ഫൈൻഡ് ദ ഫ്രീക്വൻസി, രണ്ടാമത്തെ ഫൈൻഡ് ദ ആംപ്ലിറ്റ്യൂഡ്. സോ ഇതെങ്ങനെ കാണും? സോ ഇത് വളരെ 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 എളുപ്പമുള്ള ഇക്വേഷൻ ആണ്. സോ ഇത് കാണാൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്? നമുക്ക് ഈ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു 5 കോസ് പൈ ടി പ്ലസ് 5/4 അല്ലെ? സോ ഞാനത് ഇവിടെ എഴുതി വെക്കുകയാണ്. എക്സ് ഈസ് ഈക്വൽ ടു 5 എന്താ പറയാ, കോസ് 5 കോസ് പൈ ടി അല്ലെ? പൈ ടി പ്ലസ് എന്താണ്? 5/4 ആണ്. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ഡിസ്പ്ലേസ്മെന്റ് ഒരു ജനറൽ ഇക്വേഷൻ പറഞ്ഞു. എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് അല്ലെ? എ കോസ് എന്താണ്? ഒമേഗ ടി പ്ലസ് എന്താണ്? പ്ലസ് 5 ആണെന്ന് അല്ലെ? നമ്മളെ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ട് കമ്പയർ ചെയ്താൽ മതി, അപ്പൊ ആൻസർ കിട്ടും. സോ ആദ്യം നമ്മോട് കാണാൻ പറഞ്ഞത് ഫൈൻഡ് ആംപ്ലിറ്റ്യൂഡ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ ഈ രണ്ട് ഇക്വേഷൻ ഈക്വൽ ആണ്. സോ അത് കണ്ടാൽ മനസ്സിലാവും എ ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പൊ എക്ക് നേരെ ആരാന്ന് നോക്കിയാൽ മതി. എക്ക് നേരെ ആരാണ്? 5 ആണ് അല്ലെ? സോ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡിന്റെ ആൻസർ എന്താണ്? എ ഇസ് ഈക്വൽ ടു 5 ആണ് അല്ലെ? ഈ ഫൈൻഡ് ദ ഫ്രീക്വൻസി ആണ് കാണാൻ പറഞ്ഞത്. ഓക്കെ, ഫ്രീക്വൻസി എഫ് ആണ്. പക്ഷെ ഈ ഇക്വേഷനിൽ ഫ്രീക്വൻസിക്ക് പകരം ഒമേഗയാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ? ഒമേഗയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ ഒമേഗക്ക് പകരം അല്ലെങ്കിൽ ഒമേഗ ടിക്ക് പകരം ഇവിടെ പൈ ടി ആണ് അല്ലെ? ഒമേഗ ടിക്ക് പകരം പൈ ടി ആണ്. സോ അത് കണ്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? ഒമേഗ എന്താ പറയാ, ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? പൈ ടി എന്ന് കിട്ടും അല്ലെ? ഈ ടിയും ക്യാൻസൽ ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടും? ഒമേഗ ഈസ് ഈക്വൽ ടു പൈ എന്ന് കിട്ടും അല്ലെ? നമുക്ക് കാണാൻ പറഞ്ഞത് ഫ്രീക്വൻസി എഫ് ആണ്. അപ്പൊ അതെങ്ങനെ കാണും? അത് കാണാൻ ഫ്രീക്വൻസി ഒമേഗന്റെ ഇക്വേഷൻ എന്താണ്? ഒമേഗയും ഫ്രീക്വൻസി നമ്മൾ ഇക്വേഷൻ എന്താണ്? 2πf അല്ലെ? സോ 2πf ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? പൈ എന്ന് കിട്ടും അല്ലെ? സോ പൈയും ക്യാൻസൽ ചെയ്യും. ബാക്കി എന്ത് കിട്ടും? 2f ഈസ് ഈക്വൽ, ഇവിടെ പൈ വെട്ടിപ്പോയ ഒന്നാണ് ഉണ്ടാവുക. സോ ഫ്രീക്വൻസി എന്ത് കിട്ടും? എഫ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ഓക്കെ, 1/2 എന്ന് കിട്ടും, അല്ലെങ്കിൽ 0.5 ഹേർട്സ്. സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാം. സോ രണ്ടെണ്ണം കൂടെ നമ്മൾ എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. അത് ഇങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ നമുക്ക് കൂളായിട്ട് ആൻസർ കിട്ടും. ഇനി ഇവിടുത്തെ ഫേസ് എത്ര വെച്ചാൽ എന്താ പറയാ? ഇവിടെ ഫേസ് 5 is equal to 5/4 ആണ്. നിങ്ങളോട് ഇവിടുത്തെ ടൈം പീരീഡ് വെച്ച് നിങ്ങൾ എന്താ പറയാ? ഇപ്പൊ ടൈം പീരീഡ് വെച്ച സിമ്പിൾ ആണ്. ഇപ്പൊ എഫ് ഫ്രീക്വൻസി 1/2 എന്നാ കിട്ടിയത്. ടൈം പീരീഡ് എന്താണ്? റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി ആണ്, 1/f ആണ്. സോ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. 1/2 റെസിപ്രോക്കൽ എത്ര? 2 സെക്കൻഡ് എന്ന് വരും. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂളായിട്ട് 2 മാർക്കിനൊക്കെ എന്താ പറയാ, നിങ്ങളെ എക്സാമിന് കയറി ചോദിക്കാറുണ്ട്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? റിവിഷൻ ടൈമിൽ ചെയ്യാം. അപ്പൊ ഞാൻ ജസ്റ്റ് മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. സോ ഇതോടുകൂടി ചാപ്റ്റർ കഴിഞ്ഞു. ഈ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൈനറ്റിക് തിയറി എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, കൈനറ്റിക് തിയറിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സോ താങ്ക് യു ഓൾ. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാം. സോ എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവരും ഉഷാറാക്കുക.